ഗസ്റ്റുകളെ കിടത്തിയിരുന്ന ആ മുറി വലിയ കുഴപ്പമില്ല. അതിലെ ഏട്ടൻ കിടന്നു. അപ്പോ മറ്റേ നല്ല മുറിയോ? അതിൽ വന്നപ്പോഴേ കയറി അംബിക സ്ഥാനം പിടിച്ചല്ലോ. ഇങ്ങനൊരു ശല്യം. ഈ മാരണം നമ്മളെ വിട്ട് പോവില്ലേ? എവിടെ പോവാനാ? മോനെ പ്രതാപ എന്ന് പറഞ്ഞ് ഒട്ടിക്കൂടി നടക്കുകയല്ലേ നശിപ്പിക്കാൻ. ഇങ്ങനൊരു ഒഴിയാബാധ. അവർക്ക് അവരുടെ മോന്റെ കൂടെ പൊയ്ക്കൂടെ? എവിടെ? മകനും മരുമോളും ഇവരെ അടുപ്പിക്കൂ. അവള് ഇവർക്കിട്ടും പണി കൊടുത്തില്ലേ മോളെ? ചെറിയമേ, ആ മരുമകളുടെ കൈകൊണ്ടായിരിക്കും ഇവരുടെ അന്ത്യം. ഇവരെ മാത്രമല്ല, അവനെ അവള് കൊല്ലും. എന്തായാലും മരണം വരെ ഈ കുരിശ് നമ്മുടെ പെടലേക്കായിരിക്കും. കൊതുക് ഒത്തിരി ഉണ്ടല്ലേ? ചെറിയമേ, ഈ കൊതുക് ഒന്ന് ആദ്യം നമ്മുടെ ചെവിയില് മൂളിപ്പാട്ട് പാടുന്ന എന്തിനാ? അതിന് രണ്ടാണ് ഉദ്ദേശമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുദ്ദേശം? ഉറങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ. നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കാൻ ഒരു വൃത്തികെട്ട താരാട്ടുപാട്ട് പാടും. ചെറിയമേ, മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഈ ചെറിയ പ്രാണിക്ക് ഇത്രയും വലിയ ബുദ്ധിയാണെങ്കിലേ അംബികയ്ക്ക് എന്ത് ബുദ്ധിയായിരിക്കും അല്ലേ? അതിന് അംബിക കൊതുകല്ലോ, യക്ഷിയല്ലേ? യക്ഷി. അതെ, നേരെ ഒരുപാടായി. മോൾ ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ ജോലിക്ക് പോണ്ടേ? എന്റെ അച്ഛനെ ചെരുപ്പിനെറിയാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? ഈശ്വരാ, ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ. നന്ദു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? കുറച്ച് ടൈം താ. സമയം അപ്പോഴേക്കും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. എത്രയും പെട്ടെന്ന് രാജുവിന്റെ കയ്യിൽ നിന്നും ആ വീട് തിരിച്ചു വാങ്ങണം. പിന്നെ തന്തേ മോളെയും വേറെ എവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കണം. ആ രാജുവാണ് വീട് വാങ്ങുന്നതെന്ന് മുന്നേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിലേ ആ അച്ഛനെയും മകളെയും ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു.